സമാധിയാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും ഒരു ചർച്ചാ വിഷയം. എന്നാൽ നമുക്കൊരു ഇന്റർനാഷണൽ സമാധിയെക്കുറിച്ച് ചർച്ച ചെയ്താലോ? ആ സമാധിയെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ഒരു കാരണമുണ്ട്. ആ കാരണം സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യയാണ്. സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യയായിട്ടുള്ള ലോറീൻ പവൽ ജോബ്സ് അവർ ഇപ്പോൾ ഇന്ത്യയിലെ കുംഭമേളയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ കുംഭമേളയിൽ പങ്കെടുക്കുന്നതിനിടയ്ക്ക് കുഴഞ്ഞു വീണു എന്നൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ എഴുതുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് അറിയാത്ത മാധ്യമങ്ങൾക്ക് പറ്റിയ ഒരു കയ്യബദ്ധമാണ് അത് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഫോൾ എന്നതും ഫെയിൽ എന്നതും രണ്ടായി കാണേണ്ടതിന് പകരം രണ്ടും ഒന്നായി കണ്ടു എന്നാണ് പല ആൾക്കാരും പറയുന്നത്. സമാധിയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഈ ഇന്റർനാഷണൽ സമാധി സ്റ്റീവ് ജോബ്സ് ഇന്ത്യയിൽ വന്ന് പ്രാർത്ഥിച്ച ഒരു സമാധിയാണ്. ആ ഇന്റർനാഷണൽ സമാധി സ്റ്റീവ് ജോബ്സ് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്റ്റീവ് ജോബ്സിന് ഒരൊറ്റ ആഗ്രഹമുണ്ടായിരുന്നു. ഇന്ത്യയിലെ മഹാകുംഭമേളയിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അന്തരിച്ച ആപ്പിളിന്റെ സഹസ്ഥാപകനായിട്ടുള്ള സ്റ്റീവ് ജോബ്സിന്റെ ഒരു കത്ത് ഈ ഇടയ്ക്കാണ് വലിയ തുകയ്ക്ക് ലേലം ചെയ്തു പോയത്. ഏകദേശം ഇന്ത്യൻ മണി 4,32,00,000 രൂപയ്ക്കാണ് ഒരു കത്ത് ലേലം ചെയ്യപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുമോ? ഇത് ടെക് ദർശകത്തിൻ്റെ അറിയാത്ത ആത്മീയ വശത്തേക്ക് വലിയ രീതിയിലുള്ള ശ്രദ്ധ ലോകത്ത് ആകർഷിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇനി ആ കത്തിൽ സ്റ്റീവ് ജോബ്സ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിൽ വന്ന് കുംഭമേള കാണാൻ, ആ കുംഭമേളയിൽ സ്നാനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് സ്റ്റീവ് ജോബ്സ് ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്റ്റീവ് ജോബ്സ് തൻ്റെ ആഗ്രഹം ബാക്കി വെച്ച് ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു. സ്റ്റീവ് ജോബ്സിൻ്റെ ആ ആഗ്രഹം പൂർത്തീകരിക്കാനാണ് ഭാര്യയായ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് സ്റ്റീവ് ജോബ്സിൻ്റെ ഭാര്യ പറഞ്ഞിട്ടുമുണ്ട്. ഇനി സ്റ്റീവ് ജോബ്സിൻ്റെ കഥയിലേക്ക് വരാം. 1974 ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഒരു ബാക്ക് പാക്കർ പയ്യൻ അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഈ ലോകത്ത് താൻ എന്തിനാണ് ജനിച്ചതെന്നും താൻ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നും മരണത്തിന് ശേഷം എന്തായിരിക്കും എന്നൊക്കെയുള്ളതായിരുന്നു ആ പയ്യൻ്റെ വലിയ രീതിയിലുള്ള സംശയം. ആ പയ്യൻ്റെ ആ സംശയങ്ങൾക്കെല്ലാം ഉത്തരം ലഭിച്ചത് ഒരു സമാധിയിലൂടെയാണ്. കാഞ്ചി ധാം ആശ്രം എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ ഒരു ആശ്രമം. ആ ആശ്രമത്തിൽ നീം കരോളി ബാബ എന്ന് പറയുന്ന ഒരു യോഗിയുണ്ട്. ആ യോഗിയുടെ അടുത്തേക്ക് എത്താനായിരുന്നു സ്റ്റീവ് ജോബ്സിന്റെ പ്രയാണം മുഴുവൻ. പോർട്ട്ലാൻഡിൽ ഹരേ രാമ ഹരേ കൃഷ്ണ ആശ്രമത്തിൽ അവിടെ അവർ കൊടുക്കുന്ന ഭക്ഷണവും കഴിച്ചുകൊണ്ട്, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർപ്പിച്ച നിവേദ്യം കഴിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് വരാനുള്ള പണം ലാഭിച്ച് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയപ്പോഴേക്കും നീം കരോളി ബാബ സമാധിയായി കഴിഞ്ഞിരുന്നു. സ്റ്റീവ് ജോബ്സ് ആ സമയം നീം കരോളി ബാബയുടെ സമാധിയിലെത്തി, അവിടെ ധ്യാനിച്ചു, അവിടെ ചെലവഴിച്ചു, അവിടെ പ്രാർത്ഥിച്ചു. ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷമാണ് സ്റ്റീവ് ജോബ്സിന് തൻ്റെ ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി ഒന്ന് പച്ച പിടിപ്പിക്കാനായത് എന്ന് സ്റ്റീവ് ജോബ്സ് തന്നെ പറഞ്ഞ കാര്യമാണ്. ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റീവ് ജോബ്സ് പ്രാർത്ഥിക്കുക മാത്രമല്ല, ആ പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഇറങ്ങി ഓടി എന്നുള്ള കമന്റുകൾ വരും എന്നറിയാം. വിവരമില്ലായ്മ ഒരു കുറ്റമല്ല. സ്റ്റീവ് ജോബ്സ് തന്നെ പറഞ്ഞ കാര്യമാണ്. സ്റ്റീവ് ജോബ്സ് മാത്രമല്ല, ഇതേ സമാധിയിൽ ഫേസ്ബുക്ക് എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിയുടെ ഉടമസ്ഥനെ നമുക്ക് എല്ലാവർക്കും അറിയാം, മാർക്ക് സുക്കർബർഗ്. ഫേസ്ബുക്ക് ക്ലച്ച് പിടിക്കാവുന്ന സമയത്ത് സ്റ്റീവ് ജോബ്സിനെ സുക്കർബർഗ് വന്ന് കാണുകയുണ്ടായി. സ്റ്റീവ് ജോബ്സ് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച ഒരു സമാധിയുണ്ട്, നീം കരോളി ബാബയുടെ കാഞ്ചി ധാം ആശ്രം. അവിടെ ഒന്ന് പോകൂ, കുറച്ചു നേരം ചെലവഴിക്കൂ, ആ സമാധിയിൽ ഒന്ന് പ്രാർത്ഥിക്കൂ. നേരെ മാർക്ക് സുക്കർബർഗ് ഇന്ത്യയിലേക്കെത്തി, ആ സമാധിയിലെത്തി പ്രാർത്ഥിച്ചു. പിന്നെ ഫേസ്ബുക്കിന് എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് കേൾക്കുമ്പോഴും നിങ്ങൾ വിചാരിക്കും എന്ത് പൊട്ടത്തരമൊക്കെയാണ് ഇയാൾ പറയുന്നത് എന്ന്. നേരെ യൂട്യൂബിലേക്ക് പോവുക. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മാർക്ക് സുക്കർബർഗും തമ്മിൽ ഇരുന്ന് സംസാരിക്കുന്ന ഇന്റർവ്യൂ എടുക്കുക. അതിനകത്ത് നരേന്ദ്രമോദിയെ ട്രോളാനുള്ള വശങ്ങളാണ് നമ്മുടെ മാധ്യമങ്ങൾ കണ്ടതെങ്കിൽ ഞങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളം കണ്ടത് മാർക്ക് സുക്കർബർഗിന്റെ ഈ വാക്കുകളാണ്. ഇന്ത്യയിൽ ഞാൻ കാഞ്ചിധാം ആശ്രമത്തിലെത്തി പ്രാർത്ഥിച്ചു എന്നുള്ള വാക്കുകൾ, അത് സ്റ്റീവ് ജോബ്സ് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് എന്നുള്ള വാക്കുകൾ, അതവിടെ നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. എന്തു തന്നെയായിരുന്നാലും മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ നമ്മുടെ സ്റ്റീവ് ജോബ്സിന്റെ പ്രിയ പത്നിയായിട്ടുള്ള ലോറിൻ പവൽ ജോബ്സ് എത്തിയതോടെയാണ് ഈ കഥകളെല്ലാം ഒന്നുകൂടെ പൊടി തട്ടിയെടുക്കാനുള്ള ഭാഗ്യം ഇന്ത്യക്കാർക്കും ഉണ്ടായത്. സ്റ്റീവ് ജോബ്സ് മാത്രമല്ല, IIT-യിൽ പഠിച്ച് മാസം 36 ലക്ഷം രൂപ ശമ്പളം പറ്റിയിരുന്ന പല ആൾക്കാരും സന്യാസം സ്വീകരിച്ച് കുംഭമേളയിൽ വന്ന് സ്നാനം ചെയ്തിട്ട് പോകുന്ന കാഴ്ചകളും നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട്. എന്തായാലും ഈ സ്റ്റീവ് ജോബ്സിന്റെ ഇന്റർനാഷണൽ സമാധിയായിട്ടുള്ള കാഞ്ചി ധാം ആശ്രമത്തെക്കുറിച്ചും അവിടെയുള്ള നീം കരോളി ബാബയെക്കുറിച്ചും ധാരാളം കഥകൾ ഇപ്പോഴുമുണ്ട്. പലതും അത്ഭുത കഥകളാണ്. അദ്ദേഹം ഹനുമാന്റെ അവതാരമാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് ഐതിഹ്യമായി കാണാം, അതുമല്ലാത്തവർക്ക് കഥയായി കാണാം. ഇനി പൊട്ടത്തരം
രസകരമായി കാണേണ്ടവർക്ക് അങ്ങനെയും കാണാം, യാതൊരുവിധ പ്രശ്നവുമില്ല. കാരണം നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണല്ലോ ജീവിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.